ഞങ്ങൾ പ്രഖ്യാപിച്ച ഭവനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സേവന താല്പര്യത്തിന്റെ ഭാഗമായി ജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ് കൊടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്. അതിനെ സർക്കാരിന്റെ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത വീട്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ മനുഷ്യന് ഭയങ്കര ഇഷ്ടമായി. ഉള്ളതുപോലെ സത്യസന്ധമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂലെന്ന്. അതായത് ഞങ്ങളെ കൊണ്ടൊന്നും പറ്റൂല, ഞങ്ങൾ സർക്കാർ കൊടുത്ത വീടുമായിട്ട് ഞങ്ങളൊന്നും കമ്പയർ ചെയ്യരുത്, ഞങ്ങളെ ഈ പരിപാടി ഒന്നും കമ്പയർ ചെയ്യരുത്, ഞങ്ങളെ കൊണ്ട് ഈ പരിപാടി ഒന്നും പറ്റുന്ന പരിപാടിയല്ല എന്ന് ഇദ്ദേഹം വളരെ വൃത്തിയായിട്ട് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഒന്ന് കേട്ടു നോക്കണം കേട്ടോ, വൃത്തിയായിട്ട് തന്നെ. ഞങ്ങൾ പ്രഖ്യാപിച്ച ഭവനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സേവന താല്പര്യത്തിന്റെ ഭാഗമായി ജനങ്ങൾ പ്രയാസം അനുഭവിക്കുമ്പോൾ അവർക്കൊരു കൈത്താങ് കൊടുക്കാനുള്ള തീരുമാനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിച്ചതാണ്. അതിനെ സർക്കാരിന്റെ സമയബന്ധിതമായി പൂർത്തിയാക്കാത്ത വീടുകളുമായി താരതമ്യം ചെയ്യുന്നത് ഒട്ടും ശരിയായ പരിപാടിയല്ല. ഞങ്ങൾ പ്രഖ്യാപിച്ചത് കഷ്ടത അനുഭവിക്കുന്ന കുറച്ചു പേർക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. സർക്കാർ പ്രഖ്യാപിച്ചതും അതൊക്കെ തന്നെയാണ്. സർക്കാർ സമയബന്ധിതമായിട്ട് വർക്കുകൾ തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോൾ തീർത്തു കൊടുക്കുമെന്നാ ഈ പറയുന്ന ഈ കോൺഗ്രസ്സുകാരെ പ്രതീക്ഷിച്ചിട്ട് ഏകദേശം 130ഓളം വീട്ടുകാര് 130ഓളം കുടുംബങ്ങൾ ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അവർക്ക് ഇനിയിപ്പോ സർക്കാരിന്റെ വീട് ഏറി വന്ന ഒരു 6 മാസം, അങ്ങനെ തന്നെ കൂട്ടിക്കുളി, ഏറി വന്ന ഒരു 6 മാസം കൂടി എടുക്കും സർക്കാരിന്റെ വീട് മുഴുവൻ പൂർത്തിയാകും. അതിന് ഒരുപാട് ടെസ്റ്റുകളൊക്കെ ചെയ്ത് മാത്രമേ വീട് അവർക്ക് കൊടുക്കൂ. ഇപ്പൊ ക്രാക്ക് വന്നു, വിള്ളൽ വന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതടക്കം ഇനിയും അതിന്റെ മേലെ ഒരുപാട് ലെയർ കോട്ടിങ് വരാനുണ്ട്. അതിന്റെ ഒരു പരിശോധന ക്രാക്കുകളാണ് വന്നിട്ടുള്ളതെന്ന് അതിന്റെ ആളുകൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിന്റെ മേലെ പിടിച്ച് തൂങ്ങരുത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരല്പം കഷ്ടമാണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. എന്നാലും കേൾക്കാം ഇദ്ദേഹത്തിന് ചില പ്രഖ്യാപനങ്ങൾ. നീതിയല്ല എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒന്നാമത്തെ കാര്യം ശരി, നീതിയല്ല. 1. 2, അതായത് സർക്കാരിന്റെ വീടുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നത് നീതിയല്ല. അതെങ്ങനെയാണ് നീതിയല്ലാതിരിക്കുന്നത്? അതെങ്ങനെയാണ് നീതികേടാവുന്നേ? നിങ്ങൾ വീട് കൊടുക്കാമെന്ന് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതല്ലേ? ഈ നാട്ടുകാരിൽ നിന്ന് നിങ്ങളൊരു ആപ്പ് വെച്ചിട്ടല്ലേ പിരിച്ചത്? അങ്ങനെ ആപ്പ് വെച്ച് നിങ്ങൾക്ക് പിരിച്ചപ്പോൾ കിട്ടിയത് വെറും 6 കോടി മാത്രമാണെന്ന് പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലെ ഒരു വലിയ പ്രസ്ഥാനത്തിന്, ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിക്ക് വെറും 6 കോടി മാത്രമേ പിരിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ട്. കാരണം നിങ്ങളെ തന്നെ രാഷ്ട്രീയ പാർട്ടി UDF-ൽ ഒരു ഘടകകക്ഷിയായിട്ടുള്ള മുസ്ലിം ലീഗ് 40 കോടിയോളം രൂപയാണ് അവർ പിരിച്ചത്. 40 കോടിയോളം രൂപ ഒരു ഘടകകക്ഷിക്ക് പിരിക്കാൻ കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് വെറും 6 കോടിയെ കിട്ടിയുള്ളൂ എന്ന് നാട്ടുകാര് ഒരു സംശയത്തിന്റെ ക്വസ്റ്റ്യൻ മാർക്കോട് കൂടിയിട്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം കൊടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഒരു സാധാരണ ഒരു കേരളീയൻ എന്ന നിലയ്ക്ക്, ഒരു യൂട്യൂബർ എന്നുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, വിമർശിക്കുന്ന ഒരു മനുഷ്യന്റെ കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, ഒരു സാധാരണ മനുഷ്യൻ കേരളത്തിന്റെ ആളെന്ന നിലയ്ക്ക് ഇങ്ങനെ ഇരുന്ന് കുന്തിച്ചിരുന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴിങ്ങനെ തോന്നുകയാണ്, എന്നാലും കോൺഗ്രസിന് 6 കോടിയെ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോ എവിടേക്കോ മിസ്സിങ് ഇല്ലേ? ഇദ്ദേഹത്തിനെ കേൾക്കണുണ്ട്, ജനീഷ് സാറിനെ കേൾക്കണേ. അവിടെ എന്ത് ഡിലേ വന്നാലും ഇപ്പോഴും സർക്കാരിന്റെ പട്ടിക പൂർത്തിയാക്കപ്പെട്ടു. സർക്കാരിന്റെ പട്ടിക പൂർത്തിയാക്കപ്പെട്ടു എന്നുള്ള അഭിപ്രായം നിങ്ങൾക്ക് ആർക്കാനുണ്ടോ? ആ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ എത്ര ആളെ ഞാൻ കാണിച്ചു തരാം. ആ പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ എന്നെ 400-300 വീട് കൊടുക്കാന്ന് പറയുന്നു, അത്ര ഒന്നും വരില്ല. അപ്പൊ പിന്നെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓരോന്ന് വിളിച്ചു പറയണോ? ആ 400 വീടാണ്ട് കിട്ടിക്കൊടുത്ത് ഞാൻ പുറത്തുനിന്ന് ആൾക്കാരെ കൂടി നിങ്ങൾക്ക് അങ്ങോട്ട് ഏറ്റെടുത്താ പോരെ? അത് ധൈര്യപൂർവ്വം ഏറ്റെടുക്കണം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റെടുക്കണം. ബാക്കി കേൾക്കാം. പട്ടികയ്ക്ക് പുറത്ത് നിൽക്കുന്ന അർഹതപ്പെട്ട ആളുകളെ കാണിച്ചു തരാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ഉൾപ്പെടെ ഞങ്ങളുടെ ജനപ്രതിനിധികൾ കൂടിയുണ്ട്. ഞങ്ങൾക്ക് സാധിക്കും. ഇനി ആ പട്ടികയ്ക്കകത്ത് അർഹതയില്ലാത്ത ആളുകളെ കൂടി കുത്തിക്കയറ്റിയിട്ടുണ്ട് എന്ന് ഇന്ന് ആളുകൾക്കിടയിൽ വിമർശനമുണ്ടല്ലോ. എത്രയെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ അതുകൂടി ഒന്ന് അന്വേഷിച്ചൊരു വാർത്ത ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോ സർക്കാർ ഇവരതിൽ കണക്കൊന്നുമില്ല, അവരോട് പറയും. ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്താ ചെയ്താ ഒരു സംഗതി ഇവര് കണക്കൊന്നും കൊണ്ടുവരില്ല, അങ്ങോട്ട് പറയും, എന്നിട്ട് പറയും പോയി അന്വേഷിച്ചോളാൻ പറയും. മനസ്സിലായില്ലേ? അങ്ങോട്ട് ആരോപിക്കും, എന്നിട്ട് പറയും ഇന്ന തെളിവോടെ വെച്ചു. തെളിവൊന്നുമില്ല, അത് അവരെന്നെ ആരോപണ വിധേയരായിട്ടുള്ള ആളുകൾ തന്നെ എന്ത് ചെയ്യണം, അത് തെളിയിക്കണം എന്ന് പറയും. എന്ത് ചെയ്യുക? അതായത് എന്നോട് പറയും ഞാനൊരു 100 രൂപ മോഷ്ടിച്ചിട്ടുണ്ടെന്ന്,
ഞാൻ ചോദിക്കും തെളിവ് ഇടവേണ്ടി ചോദിക്കുമ്പോൾ അത് ഈ എന്നെ തെളിവ് ഉണ്ടാക്കിക്കോ അറിയും. എന്ത് പരിപാടി ആലോചിച്ച് എന്തായാലും കേൾക്കാം. 78 കോടി രൂപ കൈവശമുള്ള ഖജനാവിലുള്ള ഏത് പ്രതിസന്ധിയെ പോലും ഒരൊറ്റ ഉത്തരവ് കൊണ്ട് അതിജീവിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുമ്പോൾ അതിനെ ഞങ്ങൾ ആ സർക്കാർ സംവിധാനം കൊണ്ട് തന്നെയാണ് എന്റെ പ്രിയപ്പെട്ട ജനീഷ് സാറ് അവിടെ ഇപ്പൊ വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ ആ വീട്ടിൽ ഇനി ഭാവിയിൽ താമസിക്കാൻ പോകുന്ന ആൾക്കാർ പട്ടിണി കിടക്കണമെന്ന താങ്കൾ അടക്കമുള്ള ആളുകൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. അവർക്ക് മാസം മാസം പൈസ കൊടുക്കണ്ടേ? വേണ്ടേ? സാധാരണയായിട്ട് നമ്മുടെ ഇന്ത്യയിലെ ഒരു ദുരന്തബാധിതർക്ക് എത്ര മാസം വരെ ഒരു കേന്ദ്ര ഗവൺമെന്റ് നിയമപ്രകാരം പൈസ കൊടുക്കാം? 3 മാസം. ഇനിയും ഏറി വന്നാൽ 6 മാസം വരെ അവർക്ക് എന്ത് ചെയ്യാം? ജീവിക്കാനുള്ള തുക കൊടുക്കാം. ഇതിപ്പോ 6 കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞു സുഹൃത്തെ. നമ്മുടെ കേരള ഗവൺമെന്റ് ഇപ്പോഴും പണം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പണം എവിടുന്നാണ്? ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കോടിയില്ലേ, ആ കോടിയിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേറെ കുഴിച്ചെടുക്കണമൊന്നുമില്ല, അതിന് വേറെ ആപ്പ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഇവിടുത്തെ കേരള ഗവൺമെന്റ്. നമ്മൾ താരതമ്യം ചെയ്യാൻ വേണ്ടി സാധിക്കും. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി, പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയല്ലേ ഞങ്ങൾ. അയ്യോ നോക്കൂ, അത് എന്തൊരു സങ്കടകരമായ കാര്യമാണ്. ഞങ്ങൾ വെറും ഒരു പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളല്ലേ, ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? നോക്കൂ, നിങ്ങൾ എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾ കോൺഗ്രസ് പാർട്ടി ഇത്രയ്ക്ക് വിലയില്ലാത്തൊരു പാർട്ടിയാക്കി മാറ്റരുത്. വണ്ടറാണ്. ഇന്ത്യ ഭരിച്ചിരുന്ന, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്ന ഒരു പാർട്ടിയുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. നിങ്ങൾ ഇങ്ങനെ ആ പാർട്ടി ഇകഴ്ത്തരുത്. നിങ്ങൾക്ക് ഇത്രേ കഴിയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയരുത്, സങ്കടപ്പെടരുത്. നിങ്ങൾക്ക് വെറും 6 കോടിയെ കിട്ടിയുള്ളൂ എന്നൊക്കെ പറയുമ്പോഴേ അത് ആകാശത്ത് വെച്ച് കൂട്ടി മായ്ച്ചാൽ മതി എന്ന് മലയാളികൾ പറയുന്നത്. നിങ്ങൾക്ക് അതിലേറെ കോടികൾ പിരിക്കാൻ താക്കത്തുണ്ട് എന്നുള്ളതാണ്. നോക്കൂ, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങളൊക്കെ ഭരണപക്ഷത്ത് വന്ന് എന്തായിരിക്കും കേരളത്തിന്റെ ആളുകളുടെ അവസ്ഥ? കേൾക്കണം. വൈകിയാൽ സർക്കാരിന്റെ പോലെ നിർമ്മാണ പ്രവർത്തനം വൈകിയാൽ ഞങ്ങളെ ചോദ്യം ചെയ്യൽ നടത്തുന്നത്. ഞങ്ങളൊരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്ക് ഞങ്ങൾ പിന്നെ പൊതുജനങ്ങളിൽ നിന്ന് മറ്റൊരു രീതിയിൽ സമാഹരിച്ച പണം പോലുമല്ല. പാർട്ടി കേഡറിൽ നിന്ന് മാത്രം സമാഹരിച്ച പണത്തെ സംബന്ധിച്ചിട്ടാണ്. അതും ഇവരുടെ പാർട്ടി കേഡറിൽ നിന്ന് മാത്രം സമാഹരിച്ച പണോ? അങ്ങനെയാണെങ്കിൽ എന്തിനാടേ ആപ്പ്? അങ്ങനെയാണെങ്കിൽ എന്തിനാടേ ഒരു ആപ്പ് ഇറക്കിയത്? ആ ആപ്പിന്റെ QR കോഡ് എന്തിനാടേ ഇറക്കിയത്? ഇല്ലയോ? അങ്ങനെയാണെങ്കിൽ ഇവരാണ്ട് പറഞ്ഞ പോരെ, പാർട്ടി കേഡറിൽ നിന്ന് മാത്രമേ വിരിക്കുന്നുള്ളൂ, നിങ്ങളൊക്കെ ഓരോ പാർട്ടിയിലെ മീറ്റിംഗ് കണ്ട് കൂടുക, പൈസ ഉണ്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞ പോരെ. ഇത് അതല്ലല്ലോ ചെയ്തേ. ആപ്പ് ഇറക്കിയില്ലേ സുഹൃത്തുക്കളെ? ആപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 ലക്ഷത്തോളം രൂപ. ഇപ്പൊ ആപ്പും ഇല്ല, ഒരു കോപ്പുമില്ല. പണമാണ്. ഒരു ആപ്പിനെ പറ്റിയിട്ടാണല്ലോ CPM DYFI ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആപ്പ് കാണുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ആപ്പിന് മെയിൻ്റെനൻസ് ചാർജ് കൊടുക്കുമ്പോൾ ഇതിന്റെ പ്രയാസം ഉള്ളതുകൊണ്ടാണല്ലോ 1 വർഷക്കാലം മെയിൻ്റെനൻസ് ചാർജ് കൊടുത്തുകൊണ്ടിരിക്കാൻ സാധിക്കൂ. അത് ആ സമയത്തെ കളക്ഷന് വേണ്ടി രൂപം കൊടുത്തൊരു ആപ്പാണ്. ആ ആപ്പ് മുഖാന്തരം അന്ന് അതിലേക്ക് ആര് പണം കൈമാറിയാലും അവർക്ക് റിസിപ്റ്റ് കൊടുക്കുന്നുണ്ട്. വൈറ്റ് മണി ആയിട്ടാണ് എല്ലാ ട്രാൻസാക്ഷനും നടക്കുന്നത്. അതിന്റെ കണക്ക് KPC പ്രസിഡന്റ് പുറത്തുവിട്ടു. അത് വളരെ തുച്ഛമായ പണം മാത്രമാണ് ഞങ്ങൾ ആ തലത്തിൽ സമാഹരിച്ചിട്ടുള്ളത്. ഞങ്ങൾ ഏറ്റെടുത്ത കമ്മിറ്റ്മെന്റ് പൂർത്തീകരിക്കണമെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പണം ആവശ്യമാണ്. അത് പൊതുജനങ്ങളിൽ നിന്നല്ല, അത് പാർട്ടിയിൽ നിന്ന് എടുത്തിട്ടാണ് അത് പൂർത്തീകരിക്കേണ്ടതും. അത് സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യും. എന്തൊരു തള്ളല്ലേ എന്റെ സുഹൃത്തുക്കളെ. ഇദ്ദേഹം പറയുന്നു പിരിച്ച പൈസ മുഴുവൻ പാർട്ടി ഉള്ളിൽ നിന്ന് കേഡറുകളിൽ നിന്നാണ് പിരിച്ചത്, ഇനിയും കേഡറുകൾ പൈസ കൊടുക്കാൻ പോകണമെന്ന്. അങ്ങനെ കൊടുത്ത് അവസാനം കേഡറുകൾ എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് മുടിയും. ഹൗ എന്തൊരു കഷ്ടമല്ലേ ചോദിക്കേ. ഇതിനിടയ്ക്ക് ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതൊരു ഗംഭീര വീഡിയോ ആയിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് പോയാവോ? പോയിട്ടൊന്നുമില്ല. ഇതാ കണ്ടോക്ക്. ഇതോട് കണ്ടില്ലെങ്കിൽ മോശമല്ലേ? ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് ദുരന്തത്തിനെ ഒരു തരത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഞങ്ങളിതാ ചെയ്യുന്നു, ഞങ്ങളിതാ മുഴുവൻ ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അതിൽ ഒരുമാതിരി ഒരു ഔദാര്യത്തിന്റെ ഭാഷ വരുന്നുണ്ട്. ആ ഭാഷ എനിക്ക് ബുദ്ധിമുട്ടായി തോന്നി. 20 മാസവും 1 മാസം പോലും തെറ്റാതെ വാടകയും ദിനവത്തിയും കൂപ്പണും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തക പറഞ്ഞതുപോലെ സർക്കാരിന്റെ ഔദാര്യമൊന്നുമല്ല, അത് നാട്ടിലെ ജനങ്ങളുടെ അവകാശമാണ്. പക്ഷെ ഇന്ത്യയിൽ മറ്റൊരിടത്തും ഒരു ദുരന്തം ഉണ്ടായി 21 മാസം, ഈ മാസം അടക്കം മുറ തെറ്റാതെ അത് കൊടുക്കുന്നത്
ഒരുപക്ഷെ ഇവിടെ ഉണ്ടായ ഈ ചൂരൽമല ദുരന്തത്തിൽ മാത്രമായിരിക്കും. കേരളത്തിലും മുമ്പ് അത്തരം ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ ഇത്ര കൊണ്ട് നിർത്തുന്നു. ബൈ.